ഹലോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ വീഡിയോ ഒക്കെ നമ്മൾ ഓൾറെഡി എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഇൻട്രോ കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ നാത്തൂൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷനാണ്. അപ്പോൾ ഭയങ്കരമായിട്ടൊന്നുമില്ല, ചെറിയ രീതിയിലേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരും കേട്ടോ. അപ്പോൾ ഞാൻ ഓഫീസ് കഴിഞ്ഞും പൊന്ന് ക്ലാസ് കഴിഞ്ഞും നേരെ പാറയിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളാണ് സാധനങ്ങളൊക്കെ വാങ്ങുന്നത്. അപ്പോൾ കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങുന്നുണ്ട്. കേക്ക്, പിന്നെ ഡെക്കറേഷന് വേണ്ടി കുറച്ച് ബലൂൺസ്, പിന്നെ ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതിയ ആ ഒരു ഇത്, പിന്നെ പാർട്ടി പോപ്പർ, സ്നോ സ്പ്രേ, പിന്നെ ഗിൽറ്റ് പൊടി, ഹോളി പൗഡർ, അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് വാങ്ങുന്നുണ്ട്. സംഭവം എന്താ വെച്ചാൽ അവർക്ക് ഭയങ്കര പരാതിയായിരുന്നു അവിടെ ബർത്ത്ഡേ ഒന്നും ആഘോഷിക്കാറില്ല. എന്നിട്ട് അവർ കുറച്ച് ഇവിടെ ഞങ്ങളുടെ കൂടെ തന്നെ അല്ല താമസം, കുറച്ച് ദൂരെയാണ്. അപ്പോൾ അവിടുന്ന് ആരും അങ്ങനെ ആഘോഷിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഭയങ്കര പരാതിയായിരുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇപ്രാവശ്യം ആ ഒരു പരാതി കംപ്ലീറ്റ് ആയിട്ട് തീർത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് പണിയും കാര്യങ്ങളും ഒക്കെ ഞങ്ങൾ സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് അതിൻ്റെ ഇടയിൽ കൂടെ മോളൂസ് വിളിക്കുന്നുണ്ട്. ഓളും ഓരോ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, സജഷൻസൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ സാധനങ്ങളൊക്കെ വാങ്ങി ഇനി അതിൽ സ്നോ സ്പ്രേയും പിന്നെ നമ്മുടെ ഈ ഹോളീൻ്റെ പൗഡറും കൂടെ കിട്ടാനുണ്ടായിരുന്നേ. അപ്പോൾ ഇവിടുന്ന് നേരെ ബില്ല് പേ ചെയ്ത് ഇറങ്ങി ഞങ്ങൾ അടുത്ത സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ അടുത്ത കടയിൽ കയറിയപ്പോൾ അവിടുന്ന് ഞങ്ങൾക്ക് സ്നോ സ്പ്രേ കിട്ടി. അപ്പോഴും എന്ത് കിട്ടിയിട്ടില്ല, നമ്മുടെ ഹോളീൻ്റെ പൗഡർ കിട്ടിയിട്ടില്ല. അപ്പോൾ ഇവിടുന്ന് ഞങ്ങളിതേ സ്നോ സ്പ്രേൻ്റെ ബില്ല് പേ ചെയ്തു. അവിടുന്ന് ഞങ്ങൾ ഇറങ്ങി അടുത്ത കടയിൽ കയറി ഹോളി പൗഡർ ചോദിച്ചിട്ട് അവിടെയും ഹോളീൻ്റെ പൗഡർ ഇല്ലായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നത് ആ ഒരു ടൈം കഴിഞ്ഞതുകൊണ്ടായിരിക്കും തോന്നുന്നുണ്ട്. അപ്പോൾ അവിടെ ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞങ്ങൾ വിചാരിച്ചു ഇനി വേണ്ടാന്ന് വിചാരിച്ച്, അല്ലെങ്കിൽ വേറെ സ്ഥലത്ത് നിന്ന് വാങ്ങാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ഇറങ്ങി നേരെ ബസ്സിൽ കയറി. ഞാനും പൊന്നും കുറച്ച് ഷോക്ക് ഇറക്കിയിട്ട ബസ്സിൽ നിന്ന്. പിന്നെ ഞങ്ങൾ നേരെ പോയി മുണ്ടുമുഴി ഇറങ്ങി. അപ്പോൾ അച്ഛനെ വിളിച്ചപ്പോൾ അമ്മയും അച്ഛനും വരുന്നുണ്ട് എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഓരെ വെയിറ്റ് ചെയ്ത് കുറച്ച് നേരം നിന്നപ്പോൾ തന്നെ ഓരോ എത്തിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് മീനൊക്കെ വാങ്ങി ഞങ്ങൾ നേരെ ഓട്ടോയും വിളിച്ച് വീട്ടിലേക്ക് പോയി കേട്ടോ. ഞങ്ങൾ 3 ആളും കൂടിയാണ് പോകുന്നത്. അപ്പോൾ വീട്ടിലൊക്കെ എത്തി. പിന്നെ രാത്രി ഞങ്ങൾ ഈ ഒരു ഹാപ്പി ബർത്ത്ഡേ എന്നുള്ള ഇതൊക്കെ ഒന്ന് റെഡിയാക്കി, നൂലൊക്കെ കോർത്ത് റെഡിയാക്കി വെക്കാമെന്ന് വിചാരിച്ച് ഞാൻ നേരെ മോളിസിൻ്റെ വീട്ടിൽ പോയി. അപ്പോൾ അവൾക്ക് ഭയങ്കര നാണം, എങ്ങുമില്ലാത്തൊരു നാണമാണ് കേട്ടോ. മാക്സിയാണ് ഇട്ടതോ എന്ന് പറഞ്ഞാൽ ആകെ അച്ചറ വീഡിയോ എടുക്കണ്ടെന്ന് പറഞ്ഞു. ഞാൻ എന്തായാലും ഈ വീഡിയോ ഇടുമെന്ന് പറഞ്ഞു. ഞങ്ങളത് ഫുൾ സെറ്റാക്കി. രാത്രി ഒരു 11:30 ആയപ്പോഴാണ് ഞങ്ങൾ പോകുന്നത്. ഏട്ടൻ വരുമ്പോൾ ഒരു 11:30 ആയിട്ടുണ്ട്. പിന്നെ വന്ന് കുറച്ച് നേരം ഒന്ന് കിടന്ന് അപ്പോൾ തന്നെ ഞങ്ങൾ പോകുന്നു. അപ്പോൾ അതേ ബലൂൺ 2-3 ബലൂൺ ഞങ്ങൾ വീർപ്പിച്ചിട്ടുണ്ടായിരുന്നു വീട്ടിൽ നിന്ന്. അപ്പോൾ അതും പിടിച്ച് മോളൂസ് മുന്നിൽ പോകുന്നുണ്ട്, ഞങ്ങൾ ബാക്കിൽ വരുന്നുണ്ട്. അപ്പോൾ അത് എൻ്റെ കൂടെ, ഞങ്ങളെ കൂടെ ഞാനും ഏട്ടനും ജിത്തൊട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല കുറച്ച് വെളിച്ചുള്ള സ്ഥലത്തെത്തിയപ്പോൾ ഞങ്ങൾ വിചാരിച്ച് നമുക്കൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ വീഡിയോ ഒക്കെ എടുത്തു. അത് കഴിഞ്ഞ് കുറച്ചങ്ങ് പോയപ്പോഴാണ് അതിലേറെ വെളിച്ചുള്ള സ്ഥലം കണ്ടത്. അപ്പോൾ അവിടുന്ന് ഞങ്ങൾ വീഡിയോ എടുത്തു കേട്ടോ. അപ്പോൾ അത് ബാക്കിൽ ഇവരൊക്കെ എല്ലാവരും വരുന്നുണ്ട്, ഒരുമിച്ചാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ എല്ലാവരും വരുന്നുണ്ട്. അങ്ങനെ ഞങ്ങളെ ലൊക്കേഷനിലെത്തി കേട്ടോ. അപ്പോൾ അവിടെ മേമനോട് ഓൾറെഡി ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു വരും എന്നുള്ളത്. അപ്പോൾ ലൈറ്റൊക്കെ ഓൺ ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ പുറത്തൊക്കെ. അപ്പോൾ നീനും ഉറങ്ങിയിട്ടുണ്ടാവില്ല, കാരണം ബർത്ത്ഡേ ആയതുകൊണ്ട് എന്തായാലും 12 മണിക്ക് ആരൊക്കെ സ്റ്റാറ്റസ് വെക്കുന്നത് അതൊക്കെ കാണാനുണ്ടാവുമല്ലോ. ഞങ്ങൾ സൗണ്ട് ഉണ്ടാക്കാതെ അവിടെ ഇറങ്ങി സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്യാണ്ട് ബലൂണൊക്കെ വീർപ്പിച്ച് അതേപോലെ ഇതൊക്കെ ഒന്ന് തൂക്കി ഫുൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കേക്കൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതൊക്കെ ഒന്ന് പൊട്ടിച്ച് ഫുൾ സെറ്റ് ചെയ്തിട്ട് വേണം അവളെ വിളിക്കാൻ വേണ്ടിയിട്ട്.
ശരിക്കോളൂ പക്ഷെ ഞങ്ങളെ ഇനി രാവിലെ തളങ്ങട്ടെ ആരെ കൂടെ ഹാപ്പി ബർത്ത്ഡേ എപ്പടി ഇருக்கு എങ്ങനെ ഉണ്ടായിരുന്നു എന്റെ പിറന്നാള് ഈ പ്രതീക്ഷിച്ചെന്നോ അങ്ങനെ ഒന്ന് എന്ത് തോന്നുന്നു അതെ സന്തോഷം തോന്നുന്നു ഇനി ഇതിങ്ങനെ ഉണ്ടാവില്ല എന്നാലോചിക്കുമ്പോ ഞാൻ ദണ്ഡിക്കുന്നു കേക്ക് എങ്ങനെയുണ്ട് സൂപ്പർ അടിപൊളി സാധനം ഇഷ്ടായി ടേസ്റ്റി നോട്ട്സോ ടേസ്റ്റി ഡോട്ട്സ് വാങ്ങിയതാട്ടോ താങ്ക് യു അപ്പൊ നാല് അപ്പൊ ഞങ്ങൾ ഇറങ്ങി ഗായ്സ് ഞങ്ങളിറങ്ങി മേമ പോയി ഞങ്ങൾ ഇറങ്ങിട്ടോ ഇല്ല പാവുണ്ട് അപ്പോൾ ബർത്ത്ഡേ സെലിബ്രേഷന് കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിൽ പോരുകയാണ്. ഇപ്പോൾ സമയം 1:30-2 മണിൻ്റെ ഒക്കെ അടുത്തായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നേരെ വീട്ടിൽ പോയി ഒരൊറ്റ കിടത്തം കിടക്കണം. അപ്പോൾ ബായ്.